ഭരണഘടനാപരമായി ഗവർണർ എന്താണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ആ മെസ്സേജിന് നേരെ വിരുദ്ധമായൊരു സമീപനമാണ് ഗവർണർ ആർലേക്കർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഹങ് അസംബ്ലിയിൽ ഗവർണറുടെ റോള് നിർണായകമാണ്. ആ ഗവർണർ റോള് റീഡിഫൈൻ ചെയ്ത ഒന്നായിരുന്നു എസ്.ആർ. ബൊമ്മ കേസ്. എല്ലാവരും ഉദ്ധരിക്കുന്നൊരു കേസാണ്. ഇപ്പോൾ എസ്.ആർ. ബൊമ്മ കേസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഗവർണർമാർ അവരുടെ വിവേചനാധികാരം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണിക്കുക. ആ ക്ഷണിക്കുമ്പോൾ അവരോട് നിങ്ങൾ എത്ര പാർട്ടിയുടെ പിന്തുണ, എത്ര MLA-മാരുടെ പിന്തുണയുണ്ട് നിങ്ങൾക്ക് എന്ന് തെളിവ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തെളിയിക്കേണ്ടത് ഫ്ലോർ ടെസ്റ്റിലാണ്. ഇതാണ് എസ്.ആർ. ബൊമ്മ കേസിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിജയ് ഇത്ര MLA-മാർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുന്നു, കത്ത് കൊടുക്കുന്നു. അപ്പോൾ 118 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് തെളിയിക്കുന്ന ഡോക്യുമെൻ്റായിട്ട് വരാനാണ് പറയുന്നത്. അപ്പോൾ എസ്.ആർ. ബൊമ്മ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാപരമായി ഗവർണർ എന്താണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ആ മെസ്സേജിന് നേരെ വിരുദ്ധമായൊരു സമീപനമാണ് ഗവർണർ ആർലേക്കർ സ്വീകരിച്ചിട്ടുള്ളത്. എസ്.ആർ. ബൊമ്മ കേസിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ഗവർണർ തൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് മറ്റ് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഗവർണർ എന്തുകൊണ്ടാണ് വൈകിക്കുന്നത്? വിജയെ സംബന്ധിച്ച് വിജയ് ഒരു പുതിയ ആളാണ്. പുതിയൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് കക്ഷികളുടെ ഇനിയിപ്പോൾ എത്ര സീറ്റ് വേണം? 4 സീറ്റ് കൂടെ. കോൺഗ്രസിന് 4, 5, CPM, CPI ഇനി 5 സീറ്റ് കൂടി വേണം. അപ്പോൾ CPM ചേരാൻ സാധ്യത കുറവാണ്. പിന്നെയുള്ളത് PMK അങ്ങനെയുള്ള ചെറു കക്ഷികളുടെ VCK പോലുള്ള ചെറു കക്ഷികളെ ആശ്രയിക്കണം. AIDMK-യുമായിട്ടുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെ പറയുന്നു. അതിനിടയ്ക്ക് AIDMK-യിൽ നിന്ന് ഒരു വിഭാഗം MLA-മാർ വിജയെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്നും കേൾക്കും, നമുക്കറിയില്ല. അപ്പോൾ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് ഇനി AIDMK-യുമായിട്ടൊരു കൂട്ട് TVK അസാധ്യമാണ്. അപ്പോൾ ചെറിയ കക്ഷികളുടെ പിന്തുണ ആർജിക്കാൻ ഇതിന് സമയം വേണം എന്ന് മാത്രമല്ല അതിൻ്റെ വിജയ്ക്ക് അത്ര സ്കില്ലുണ്ടാവുമെന്ന് അറിയില്ല, വളരെ പെട്ടെന്ന് അത്രയും പിന്തുണ നേടാനുള്ളത്. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് പോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ടി പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവന്നേക്കാമെന്ന് ഗവർണർ ചിന്തിക്കുന്നുള്ളൂ, നമുക്കറിയില്ല. BJP സാധാരണ അങ്ങനെ പല അടവുകളും പയറ്റാറുണ്ട്. ഇനി MLA-മാരുടെ പിന്തുണ ഇല്ലാതിരുന്നിട്ട് കൂടി BJP സഖ്യത്തെയൊക്കെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചിട്ടുള്ള ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.